അപ്പോൾ നമുക്ക് വേണ്ടി ഈ റെസിപ്പി പറഞ്ഞു തന്ന എബിൻ അളിയെ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ലൈറ്റില്ലേ എമ്പാടേ പുണ്യാളൻ. അപ്പം നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ട്രങ്ക് വെട്ടിയാണിത്. ട്രങ്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ വലിയ വലിയ ഹോട്ടലിൽ കൂടെയൊക്കെ എണ്ണ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ട്രങ്കാണ്. അപ്പോൾ ഈ ട്രങ്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് കൊണ്ട് ചെയ്യുകയാണ്. നമുക്ക് അതിനകത്തേക്ക് വാ. ആദ്യം നമുക്കതിന് മുമ്പ് ഇത് അളവെടുത്തൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അളവെടുത്ത് നമുക്ക് വേണ്ട സംഭവങ്ങൾ എന്നൊക്കെയാണുള്ളത്. നമുക്ക് ഇതിൻ്റെ ഈ ഓവുണ്ട്, ഈ ഓവ് കഴിഞ്ഞിട്ടുള്ള ഭാഗം മാത്രം മതി. അപ്പോൾ നമുക്ക് ഇവിടം വെച്ചിട്ട് ഈ സാധനം തിരിക്കാം. ഏതാണ്ട് ഈ ഒരു സംഭവം മതി നമുക്ക്. ഇവിടെ വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യാൻ. പിന്നെ ഇവിടെ നമ്മൾ ഇതിന് പുറത്തേക്കൊരു പുക പോകാൻ വേണ്ടിയിട്ടൊരു സാധനം സെറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ അപ്പുറ സൈഡും വരും. നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കഴുകിയെടുക്കാം സെറ്റായിട്ട്. ഈ ചാനലിലെ ആദ്യത്തെ എൻ്റെ കുക്കിംഗ് വീഡിയോ ആണ്. ഈ സംരംഭത്തെ നിങ്ങൾ വിജയിപ്പിക്കാൻ ഞാൻ പറയുന്നു. ഓക്കെ.
നോക്കേ, ഇത് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണമാക്കാം. ഇത്രയും വലിയ നമുക്ക് വേണ്ട, കഴുകിയെടുക്കാം. നമുക്ക് വെള്ളം വാർന്ന നമ്മൾ ഈ സാധനം ചെറിയായിട്ട് വരയിടുക, കാരണം വെച്ചാൽ മുളക് എളുപ്പത്തിൽ പിടിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ചെറിയൊരു ഇത് മതി, എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒന്ന് വരഞ്ഞിടുക. നമ്മൾ വലിയൊരു പീസായിട്ടല്ല ചെയ്യണേ, ചെറിയ പീസ് മതി. നമുക്ക് ഈ ഒരു പീസിൻ്റെ അളവ് മതി നമുക്ക് പെട്ടെന്നൊന്ന് ഗ്രില്ല് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. വലിയ താമസമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ചെറുതാക്കിയത്. നമ്മളെല്ലാം ഇങ്ങനെ ഒരു പീസായി ഇങ്ങനെ ഒരു രീതിയിൽ മുറിച്ച് വയ്ക്കുകയാണ്. നമ്മൾ ഈ സംഭവം ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കുക, കുറച്ചും കൂടെ അതിൻ്റെ അകത്ത് ഇത് പൊക്കോട്ടെ എന്ന് പറയാൻ. അപ്പം നമ്മുടെ ഈ പരിപാടിയിലെ മെയിൻ പരിപാടിയായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന പരിപാടിയാണ് കാണുന്നത്. അതിന് വേണ്ടി നമ്മൾ മിക്സിയിലിട്ട് അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ഈ റെസിപ്പി പറഞ്ഞു തന്ന എബിനളീനെ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് പച്ചമുളക്, കുറേ ഉണ്ടല്ലോ, വെളുത്തുള്ളി, മുളക് ഓർമ്മ കുറയ്ക്കാം, അല്ലെങ്കിൽ എരിഞ്ഞ് ചാവും. ചുവന്നുള്ളി, ഇഞ്ചി ആവശ്യത്തിന്. അതിന് ശേഷം നമ്മൾ നമ്മുടെ കുറച്ച് കസ്തൂരി മേത്തി ഉണ്ട്, അത് നമ്മൾ വിരിഞ്ഞ് കൊടുക്കുക. ഇങ്ങനെ ബന്ദിപ്പൂവിൻ്റെ ഇല പോലെ ഇരിക്കണം. മഞ്ഞൾപ്പൊടി, ഇനി ബ്ലാക്ക് സോൾട്ട് പൗഡർ ഉണ്ട്, അത് കുറച്ച് ഇടണം. ഓക്കെ, ഇനി നമ്മുടെ തൈര് ഒഴിക്കുകയാണ്. ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരണം എടുത്തുകൊള്ളുക, ഇളക്കി കൊടുക്കുക. എങ്ങനെയുള്ള നമ്മുടെ പിന്നെ നമ്മൾ ഇച്ചിരി കളർ ചേർക്കുകയാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം കളർ ചേർത്തുകൊള്ളുക. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മളിതെല്ലാം കൂടെ അടിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. നല്ല മോരുകറി പോലെ ഇരിക്കുന്നു. അപ്പോൾ നമുക്കിനി അതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിക്കാൻ പോകണം. അതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് തേച്ച്, അളിയൻ്റെ തന്തൂരി റെസിപ്പിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റായിട്ട് എല്ലായിടത്തോളം കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു നമ്മൾ. എൻ്റെ ആദ്യത്തെ കന്നി സംരംഭമാണ്. അപ്പോൾ നമുക്കിത് നമ്മൾ ഇതൊരു 5 അല്ലെങ്കിൽ 6 മണിക്കൂറോളം നമ്മൾ ഇതും പിടിക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. ഇതിൻ്റെ ഈ മസാല പിടിക്കാനായിട്ട് നമ്മളെടുത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുള്ളിൽ നമ്മുടെ ഗ്രില്ലടിക്കാനുള്ള മെഷീൻ്റെ പരിപാടിയും കൂടെ നമ്മൾ തീർക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നേരത്തെ ഈ സംഭവം ചെയ്ത് വെച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രില്ലടിക്കാം. അപ്പോൾ ശരി. അങ്ങനെ നമ്മുടെ പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തിട്ട് കത്തുക. ഇത് സാധനം കത്തിപ്പോണ്ടാണ് നമ്മൾ നോക്കുന്നത്. അടുത്ത പരിപാടി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു ഐറ്റം റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് കാണുന്നത്. ഇതേലാണ് നമ്മൾ മറ്റേ ചാർക്കോൾ കത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ താഴോട്ട് വരയ്ക്കാൻ വേണ്ടി നമ്മൾ 2 മെഷും കൂടെ വെക്കുന്നുണ്ട് അതിനകത്ത്. ഇതാണ് നമ്മൾ വെക്കുന്നത്. ഇതിൻ്റെ മുകളിലിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. അതിൻ്റെ താഴോട്ട് പോകാൻ പറ്റും. ഒരുപാട് ചൂട് അടിയിലോട്ട് ചെല്ലാതിരിക്കാനാണ് നമ്മൾ ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ചാർക്കോൾ വാരിയിടുകയാണ്. കത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഉരുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ. ഇനി ഒന്ന് ചൂട് പിടിപ്പിക്കണം. അതാണ് നമ്മുടെ പൊള്ളിച്ചെടുക്കുകയാണ് നമ്മൾ.
നമ്മൾ കുറച്ച് ഇതിൻ്റെ മസാലയുണ്ട്, അതൊന്ന് ഇതിലൊന്ന് പരീക്ഷിക്കുകയാണ്. സക്സസ് ആയിട്ടുണ്ട്. ഞാൻ ഓർത്തോണ്ടിരുന്നത് ഇതിൻ്റെ അടിയിൽ വീണിട്ട് ഈ പാട്ട ഉരുകി മൊത്തത്തിൽ പോകുന്നതാണ് കഴിക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല, സെറ്റായിട്ട് വന്നു. അങ്ങനെ നമ്മുടെ ഇനി നമുക്ക് ചിക്കനും കൂടെ ഒന്ന് സെറ്റായി കിട്ടിയാൽ മതി. നമുക്കിത് മാറ്റിയിട്ട് പറഞ്ഞു വാടാ കുട്ട. ഇത് മൊത്തം പഴുത്തൊരു ലെവലായില്ലേ സാധനം. ഒന്നും നോക്കാണ്ട് എടുത്തിട്ടാണ്. എന്തായാലും അടിപൊളിയായി നമ്മുടെ പരിപാടി. ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ സാധനത്തിന്? കുഴപ്പമില്ല, ഇച്ചിരി ഉള്ളു വേണ്ട ആവശ്യമില്ല, കുറച്ച് നിന്ന് ഇങ്ങനെ എന്തായാലും ചെയ്യാവും. സെറ്റായ അങ്ങനെ എന്നാലും കൊള്ളാം, അടിപൊളി.